അലൈക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഭാരതീയ കിസാൻ യൂണിയനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അതിൻ്റെ ആ മൂവ്മെൻറ്റിനെ പറ്റിയിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. പിന്നെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും കൂടെ പറയാനുണ്ട്. ഓക്കെ, അതായത് ദ ഓർഗനൈസേഴ്സ് ഹാഡ് യൂസ്ഡ് ദ നോവൽ മെത്തേഡ് ഓഫ് കാസ്റ്റ് ലിങ്കേജ് ഇൻ ദീസ് പ്രൊട്ടസ്റ്റ്. അപ്പോൾ അതായത് ഇവരെന്ത് ചെയ്തു, ഒരു സാധാരണ രൂപത്തിലുള്ള സമരമുറകളായിട്ടായിരുന്നു ഇതിൻ്റെ ഓർഗനൈസേഴ്സ് സംഘടിപ്പിച്ചത്. മോസ്റ്റ് ഓഫ് ദ ഭാരതീയ കിസാൻ യൂണിയൻ BKU എന്ന് പറഞ്ഞ ഭാരതീയ കിസാൻ യൂണിയൻ മെമ്പേഴ്സ് ബിലോങ്ഡ് ടു വൺ പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റി. അപ്പോൾ ഇറ്റ് ഈസ് ദ ക്രെഡിറ്റ് ഓഫ് BKU ലീഡേഴ്സ് ദാറ്റ് ദേ ഗോട്ട് മില്യൺസ് ഓഫ് ഫാർമേഴ്സ് ഓർഗനൈസ്ഡ് ഫോർ സം എക്കണോമിക് ഇഷ്യൂസ്. അതായത് ഈ BKU ഇല്ലേ, അതായത് ഭാരതീയ കിസാൻ യൂണിയൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അതിലെ മെമ്പേഴ്സ്, മോസ്റ്റ് ഓഫ് ദ മെമ്പേഴ്സ് എന്താണ്, ബിലോങ് ടു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആളുകളാണ് ഇതിൽ ഉൾപ്പെട്ടിരുന്നത്. അതുകൊണ്ട് ഇവർക്ക് എന്ത് ചെയ്തു, ലീഡേഴ്സിന് വളരെ സുഖമായിരുന്നു അല്ലേ. മില്യൺസ് ഓഫ് ഫാമേഴ്സ് ഓർഗനൈസ്ഡ് ഫോർ സം കോമൺ എക്കണോമിക് ഇഷ്യൂ, അതായത് ഒരു എക്കണോമിക് ഇഷ്യൂക്ക് വേണ്ടിയിട്ട് സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മ്യൂണിറ്റിയിൽ തന്നെ ആളുകൾ എന്ത് ചെയ്തു, കുറേ ആളുകൾ ഒരുമിച്ച്. അതുകൊണ്ട് എന്ത് ചെയ്തു, കുറേ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ആളുകൾ ഉണ്ടാകുമ്പോഴാണ് ഈ ഓർഗനൈസേഷൻ ബുദ്ധിമുട്ടാവുക. അത് പിന്നെ അങ്ങനെ സ്പ്ലിറ്റൊക്കെ ആയി പോയിട്ട് അതിനൊരു സംഘടന, ഒരു ഓർഗനൈസിങ് ക്യാരക്ടർ, ഒരു സ്വഭാവം, ഒരു കൂട്ടുകെട്ടൊന്നും ഉണ്ടാവാതിരിക്കും. പക്ഷെ ഇത് ഒന്നിച്ചൊരു കോമൺ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അതിന് നല്ലൊരു സ്ട്രെങ്ത് ഉണ്ടാവും. The BKU did not have much of formal organization capabilities, but they succeeded in enlisting their total cooperation and involvement on community basis to find enough funds and workers. അപ്പം ഇവർക്ക് ശരിക്കും BKUവിനെ സംബന്ധിച്ച് ഒരു ഓർഗനൈസേഷൻ കപ്പാസിറ്റി ഒന്നും ഇല്ല, കേപ്പബിലിറ്റി ഒന്നും ഇല്ല. സംഘടനാ സ്വഭാവം അല്ലെങ്കിൽ സംഘടനാ നൈപുണ്യമൊന്നുമില്ല. പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ ഈ കോപ്പറേഷന് ഇൻവോൾവ്മെൻറ്റ്, അതായത് ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന്, ഒരു സെയിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ട് ഇവരിങ്ങനെ സംഘടിച്ചത് കൊണ്ട് ഇവർക്ക് എന്ത് ചെയ്തു, ആ ഒരു തരത്തിലുള്ള കോപ്പറേഷനൊക്കെ ഉണ്ടായത് കൊണ്ട് ഇവർക്ക് എന്തായത്, ഫണ്ടും കിട്ടി. അതുപോലെ തന്നെ എന്തും കിട്ടി, കുറേ വർക്കേഴ്സിനെയും കിട്ടി. Till the beginning of 1990s, the BKU had kept itself away from all political parties. അപ്പോൾ 1990 വരെയൊക്കെ എന്തായിരുന്നു, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലും ചേരാതെ ആയിരുന്നു BKU എന്തായിരുന്നു നിലനിന്നിരുന്നു. ബിക്കോസ് ഓഫ് ദർ ഗ്രേറ്റ് നമ്പർ ദേ ഫോംഡ് എ പ്രഷർ ഗ്രൂപ്പ് ഇൻ പൊളിറ്റിക്സ്. അപ്പം ആ ഒരു ഗ്രേറ്റ് നമ്പേഴ്സ് ഉണ്ടായിരുന്നു ആ പാർട്ടിയിൽ, ഭാരതീയ കിസാൻ. അതുകൊണ്ട് അതൊരു പ്രഷർ ഗ്രൂപ്പായിട്ട് പൊളിറ്റിക്സിൽ നിന്നു. ഓക്കെ, ജോയിനിങ് ഹാൻഡ്സ് വിത്ത് അതർ ഫാമേഴ്സ് ഓർഗനൈസേഷൻ അക്രോസ് ദ കൺട്രി, ദ BKU ഗോട്ട് സം ഓഫ് ദെയർ എക്കണോമിക് ഡിമാൻഡ്സ് ആക്സെപ്റ്റഡ്. ഓക്കെ, അങ്ങനെ അപ്പോൾ അതാണ് അതിൻ്റെ സ്വഭാവങ്ങൾ പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് കിസാൻ യൂണിയൻ വാണ്ട്സ് അഗ്രികൾച്ചറൽ ഔട്ട് ഓഫ് ദ WTO പ്രിവ്യൂ. അതായത് ദ ഭാരതീയ കിസാൻ യൂണിയൻ വാണ്ട് ഓഫ് സോഷ്യോ എക്കണോമിക് കോൺസിക്വൻസസ് ഇഫ് ഇന്ത്യ ഡിഡ് നോട്ട് ഡിമാൻഡ് ടു കീപ്പ് അഗ്രികൾച്ചർ ഔട്ട് ഓഫ് ദ പ്രിവ്യൂ ഓഫ് ദ WTO. അപ്പോൾ അതായത് എന്താണ്, ഭാരതീയ കിസാൻ യൂണിയൻ വാണ്ട് അഗ്രികൾച്ചർ ഔട്ട് ഓഫ് ദ WTO പ്രിവ്യൂ. അതായത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ പരിധിക്ക് പുറത്ത് നിൽക്കുക. അതായത് അവരുടെ താല്പര്യങ്ങൾ അംഗീകരിച്ച് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഭാരതീയ കിസാൻ യൂണിയൻക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊരു ആശയമാണ് ഉണ്ടായിരുന്നത്. The Bharatiya Kisan Union warned of socio-economic consequences if India did not demand to keep agriculture out of the preview of the WTO. അപ്പം എന്ത് ചെയ്തു, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ താല്പര്യങ്ങൾക്കും അവരുടെ കണ്ടീഷൻക്ക് അനുസരിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ എന്ത് ചെയ്യും, സോഷ്യലും അതുപോലെ തന്നെ എക്കണോമിക്കലായിട്ടുള്ള പല കോൺസിക്വൻസസും ഉണ്ടാവുമെന്ന് അവർ ഭയപ്പെട്ടിരുന്നു. Chief of the Kisan Union, Mahendra Singh Tikait, the National Coordinating Committee convener, Mrs.
Yudhvir Singh warned the government of implementing dangers if India went ahead with the stipulation of the WTO. അപ്പം ഇതിൻ്റെ കൺവീനറായിട്ടുള്ള മഹേന്ദ്ര സിംഗ് തിക്തായിട്ടും അതുപോലെ തന്നെ യുദ്ധ്വീർ സിംഗും ഒക്കെ എന്ത് ചെയ്തു, ഗവൺമെൻറ്റിനോട് വാൺ ചെയ്തു. അതവർക്ക് ഒരു വാണിംഗ് കൊടുത്തു. ഇംപ്ലിമെൻറ്റിംഗ് ഡേഞ്ചേഴ്സ് ഇഫ് ഇന്ത്യ വെൻറ്റ് ഹെഡ് വിത്ത് ദ സ്റ്റിപ്പുലേഷൻസ് ഓഫ് ദ WTO. ഇന്ത്യ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ നിബന്ധനകൾക്കും അതിൻ്റെ ചൊൽപ്പടിക്ക് ഇന്ത്യ നിന്നാലുണ്ടാവുന്ന കോൺസിക്വൻസിനെ പറ്റിയിട്ടൊക്കെ. ദ ലീഡേഴ്സ് സെഡ് ദേ വുഡ് ടേക്ക് ഔട്ട് ഓഫ് ദ ഫാമേഴ്സ് റാലി ടു പ്രഷറൈസ് ദ ഗവൺമെൻറ് ടു കീപ് അഗ്രികൾച്ചർ ഔട്ട് ഓഫ് ദ പ്രിവ്യൂ ഓഫ് ദ WTO. അപ്പോൾ ലീഡേഴ്സൊക്കെ എന്ത് ചെയ്തു, ഗവൺമെൻറ്റിനെതിരെ റാലികളൊക്കെ സംഘടിപ്പിച്ചു. അതായത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ ഇന്ത്യ അംഗമായിട്ട് ഇന്ത്യൻ അഗ്രികൾച്ചറൽ സെക്ടറിനെ ഇത് ദോഷകരമായി ബാധിക്കുന്ന രൂപത്തിൽ അതിൽ ഇടപെടാൻ എന്ത് ചെയ്യാൻ പാടില്ല എന്നാണ് ഈ ഭാരതീയ കിസാൻ യൂണിയന് ആവശ്യപ്പെട്ടത്. ഈ നെക്സ്റ്റ് പറയുന്നൊരു പോയിൻ്റ്, അതായത് നെക്സ്റ്റ് മൂവ്മെൻറ്റ് നാഷണൽ ഫിഷ് വർക്കേഴ്സ് ഫോറം. നാഷണൽ ഫിഷ് വർക്കേഴ്സ് ഫോറം NFF. Thousands of fish folk live in the eastern and western coastal area. They belong to indigenous fishermen communities. അപ്പം അതായത് ഇന്ത്യയുടെ ഈസ്റ്റേൺ ഭാഗങ്ങളിലും അതുപോലെ തന്നെ വെസ്റ്റേൺ ഭാഗങ്ങളിലും തൗസൻഡ്സ് ഓഫ് ഫിഷർമാൻ ഉണ്ടായിരുന്നില്ല, മീൻപിടുത്തക്കാരായ അത് തൊഴിൽ സ്വീകരിച്ച ആൾക്കാർ. ദേ ബിലോങ് ടു ഇൻഡിജിനസ് ഫിഷർമാൻ കമ്മ്യൂണിറ്റീസ്. When mechanized trawlers and large scale of fishing were permitted by the government, these men were put to difficult. അപ്പം എന്ത് ചെയ്തു, ഗവൺമെൻറ് മെഷീൻസ് ഉപയോഗിച്ചിട്ടുള്ള ഈ മീൻപിടുത്തം അതുമൊക്കെ അനുവദിച്ച സമയത്ത് എന്ത് ചെയ്തു, ഈ സാധാരണക്കാരായിട്ടുള്ള മീൻപിടുത്തക്കാർക്ക് വലയും അവരുടെ ബോട്ടൊക്കെ ഉപയോഗിച്ച് മീൻ പിടിക്കുന്ന ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. കാരണം മറ്റത് വൻകിട കമ്പനികളുടെ ഒരു നേതൃത്വത്തിലായിരുന്നു ഇത്ര പ്രവർത്തനങ്ങളൊക്കെ നടന്നത്. പിന്നെ they had to organize themselves to fight against the government order which rendered them jobless. അപ്പം they had to organize themselves to fight against the government order. അപ്പം എന്ത് ചെയ്തു, അവർ ഗവൺമെൻറ്റിൻ്റെ ഈ ഓർഡറിനെതിരെ എന്ത് ചെയ്തു, ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അപ്പോൾ ശരിക്കും ഇതിങ്ങനെ നടത്തു കൊണ്ടുവരുമ്പോൾ ഈ സാധാരണക്കാരായിട്ടുള്ള മുക്കുവന്മാർക്ക് എന്ത് ചെയ്യും, അവർക്ക് ജോലി ഇല്ലാത്തൊരവസ്ഥ വരും. എക്കണോമിക് ലിബറലൈസേഷൻ പോളിസീസ് ഹാഡ് ദെയർ ഓൺ ഡിഫക്ട്സ്. അപ്പം ആ സമയത്ത് നടന്ന ഒരു സാമ്പത്തിക ഉദാരവൽക്കരണവും ഒക്കെ എന്ത് ചെയ്തു, ഇന്ത്യൻ സമ്പദ് മേഖലയെ വളരെയധികം ബാധിച്ചിരുന്നു. Region level organization were set up in the state because fishing came under the state government. അപ്പോൾ റീജിയണലായിട്ട് പ്രാദേശിക തലത്തിലുള്ള ഓർഗനൈസേഷൻസ് സംഘടനകളൊക്കെ ഫോം ചെയ്തു ഇതിനെതിരെ സമരം ചെയ്യാൻ. കാരണം സംസ്ഥാനങ്ങളിലെ കാരണം എന്താണ്, ദ സ്റ്റേറ്റ് ബിക്കോസ് ഫിഷിംഗ് കെയിം അണ്ടർ ദ സ്റ്റേറ്റ്സ് ഗവൺമെൻറ്. ഫിഷിംഗ് മത്സ്യബന്ധനം എന്നുള്ളത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു മേഖലയാണ്. സംസ്ഥാനങ്ങളുടെ പരിധിയിൽപ്പെടുന്നതാണ്. അതുകൊണ്ട് ഓരോ സംസ്ഥാനങ്ങളുടെ കീഴിലും എന്ത് ചെയ്യുന്നു, പ്രാദേശികമായിട്ട് ഇതുപോലെ ഓർഗനൈസേഷൻസൊക്കെ ഇതിനെതിരെ സംഘടിക്കാൻ വന്നു. In 1991 NFF fought a legal battle with the union government. അങ്ങനെ 1991 തുടക്കത്തിലൊക്കെ NFF എന്ത് ചെയ്തു, ഒരു നിയമപരമായ യുദ്ധം തുടങ്ങി. ആരുമായിട്ട്, യൂണിയൻ ഗവൺമെൻറ്റുമായിട്ട്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഡീപ്പ് സീ ഫിഷിംഗ് പോളിസി opened up our water to a large commercial vessels of multinational fishing companies. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈ ഒരു ഡീപ്പ് ഫിഷിംഗ്, അതായത് ആഴക്കടലിലുള്ള മത്സ്യബന്ധനം ഈ മെഷീൻസ് ഉപയോഗിച്ച് അനുമതി കൊടുത്ത സമയത്ത് ഇത് യഥാർത്ഥത്തിൽ സഹായിക്കുന്നത് ആരെയാണെന്ന് ചോദിച്ചിട്ടുള്ള മൾട്ടിനാഷണൽ ഫിഷിംഗ് കമ്പനീസിനെയാണ് സഹായിക്കുന്നത്. മനസ്സിലായല്ലോ. ദിസ് ടുക്ക് അവേ ഓൾ ചാൻസസ് ഓഫ് ഏർണിംഗ് ദെയർ ലൈവ്ലിഹുഡ് ബൈ ഫിഷിംഗ് വിത്ത് കൺട്രി ബോട്ട് ആൻഡ് നെറ്റ്സ്. അപ്പം എന്ത് ചെയ്തു, ഇത് ശരിക്കും സാധാരണക്കാർ, അതായത് രാജ്യത്ത് അവൈലബിൾ ആയിട്ടുള്ള ബോട്ടുകളും നെറ്റ് വലയൊക്കെ ഉപയോഗിച്ച് ഫിഷിംഗ് പിടിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്തു, വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി.
Okay, in the 1990s, the NFF fought several legal battles against the central government to protect the interests of those who rely on fishing of their livelihood. The nationwide strike organized in 2002 ഒക്കെ അങ്ങനെ 2002 രാജ്യത്തൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെയുള്ള പല സമരങ്ങളൊക്കെ നടന്നു. NFF stood for the right for fisherfolk who used country boat and nets to earn their livelihood. ഇപ്പോൾ നേരത്തെ പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ് NFF നിന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺട്രി ബോട്ട്, അതായത് രാജ്യത്ത് അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ബോട്ടും നെറ്റും ഒക്കെ ഉപയോഗിച്ച് മീൻ പിടിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളുടെ പ്രതിസന്ധി തരണം ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് NFF നിന്നത്. Okay, they did not anyway support those who came forward to invest in this sector. അപ്പം ഈ മൾട്ടിനാഷണൽ കമ്പനികളൊക്കെ വന്നാൽ ആ ഒരു മേഖലയിൽ കുറേ ആളുകൾക്ക് എന്തുണ്ടാവും, നിക്ഷേപം ഉണ്ടാവും, ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടാവും. അവരെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടൊന്നും ആർക്ക് കിട്ടിയില്ല. NFFന് കിട്ടുമോ? ഇല്ല. അതായത് പ്രാദേശികമായിട്ട് അപ്പോൾ ഈ മൾട്ടിനാഷണൽ കമ്പനികൾ വന്നിങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ പ്രാദേശികമായിട്ട് കുറച്ച് ചില ആളുകൾക്ക് എന്ത് ചെയ്യും, ഇതിൻ്റെ സപ്പോർട്ടൊക്കെ കിട്ടും. അപ്പോൾ അതെന്തില്ല, അതൊന്നും അങ്ങനത്തെ ആളുകളുടെ പിന്തുണ ഒന്നും NFFന് കിട്ടിയിരുന്നില്ല. കാരണം ഇത് കിട്ടൂലല്ലോ, സ്വാഭാവികമാണല്ലോ. ഇനി നെക്സ്റ്റ്, അപ്പോൾ NFF എന്തിനു വേണ്ടിയിട്ടാണ് നിലകൊണ്ടത് അത് മനസ്സിലായി. നാഷണൽ ഫിഷ് വർക്കേഴ്സ് ഫോറം എന്താണ് അവരുടെ സമരത്തിൻ്റെ ലക്ഷ്യം മനസ്സിലായി. ഇനി നെക്സ്റ്റ് ആൻറ്റി അറാക്ക് മൂവ്മെൻറ്റ്. അപ്പോൾ ആൻറ്റി അറാക്ക് എന്ന് പറഞ്ഞാൽ ചാരായം വീട്ടുകളിലൊക്കെ ചാരായം ഉണ്ടാക്കലുണ്ട്, കേട്ടിട്ടുണ്ടല്ലോ നിങ്ങളല്ലേ. ഈ ചില റൂറൽ ഏരിയാസിലൊക്കെ ഇതുപോലെ തന്നെ ആളുകൾ എന്ത് ചെയ്യും, വീട്ടിൽ നിന്ന് ഇത് കള്ളുണ്ടാക്കിയിട്ട് വിൽക്കണതിന് ചാരായം എന്ന് പറയും. അപ്പം ഇൻ ദ സദേൺ സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ് ദ വുമൺ മൊബിലൈസ്ഡ് ടു സപ്പോർട്ട് ഫോർ എ മൂവ്മെൻറ്റ് വിച്ച് കെയിം ടു ബി നോൺ ആസ് ആൻറ്റി അറാക്ക് മൂവ്മെൻറ്റ്. അതായത് ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിൻ്റെ സൗത്തേൺ ഭാഗങ്ങളിലൊക്കെയാണ് ഈ ഒരു ആൻറ്റി അറാക്ക് മൂവ്മെൻറ്റ് ഉണ്ടായത്. സ്ത്രീകളാണ് ഇതിന് മുന്നിട്ട് വന്നത്. ഇതിനെ ആൻറ്റി അറാക്ക് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആൽക്കഹോളിസം വാസ് റാമ്പൻറ്റ് ഇൻ ദ വില്ലേജ് ഓഫ് ആന്ധ്രാപ്രദേശ്. അപ്പോൾ ആ ഭാഗങ്ങളിലൊക്കെ ഈ ഒരു വാറ്റുചാരായം അല്ലെങ്കിൽ ആൽക്കഹോളിസം എന്ന് പറഞ്ഞുള്ളത് വളരെയധികം പിടിമുറുക്കിയ ഒരു സംഭവമായിരുന്നു. ഓക്കെ, the men spent all their daily wages on the locally made arak and came home in drunken stage. അപ്പം എന്ത് ചെയ്തും ആണുങ്ങളൊക്കെ ആ സ്ഥലങ്ങളിലെ പുരുഷന്മാരൊക്കെ ഇതുപോലെ ലോക്കലി ഉണ്ടാക്കുന്ന വാറ്റുചാരായങ്ങൾ വാങ്ങിയിട്ട് ഒരു കുടിച്ച് കൂത്തായിട്ട് അവസ്ഥയിലേക്കാണ് വീട്ടിലേക്ക് വരിക. അവരുടെ ഡെയിലി കിട്ടുന്ന വരുമാനമൊക്കെ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു, ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നു. The poor women and children had to bear whatever they did not in the drunken mood. അപ്പോൾ ഇതിൻ്റെ ഇരകളായിട്ട് വരുന്നത് ആരാണ്? സ്ത്രീകളും അതുപോലെ തന്നെ കുട്ടികളുമാണ്. അപ്പോൾ ഇതിനെതിരെ അവർ സമരം ചെയ്തു, സ്ത്രീകളുടെ നേതൃത്വത്തിൽ സമരം ചെയ്തു. അതിനാണ് ആൻറ്റി അറാക്ക് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഒറിജിൻ എങ്ങനെയാണ് ഇത് ഉത്ഭവിച്ചതെന്ന് നോക്കാം. ഇൻ ദ ഏർലി 90s മെനി grown-up women joined the adult literary drive in the remote village in ദുബഗുണ്ട, ആന്ധ്രാപ്രദേശ്. അപ്പോൾ ആന്ധ്രാപ്രദേശിലെ ദുബഗുണ്ട വില്ലേജിലെ ഈ കുറച്ച് സ്ത്രീകൾ ഒരു അഡൽട്ട് ലിറ്റററി പ്രോഗ്രാംസ്, അതായത് ഒരു ലിറ്റററി പ്രോഗ്രാംസ്, ഒരു നമ്മൾ സാക്ഷരതാ പ്രോഗ്രാം എന്നൊക്കെ പറയില്ല, അതിൽ സംഘടിച്ച് ഡ്യൂറിങ് ദ ഡിസ്കഷൻ ഇൻ ദ ക്ലാസ് റൂം ദ വുമൺ കംപ്ലൈൻറ്റ് അബൌട്ട് ദെയർ ഹസ്ബൻഡ്സ് കൺസ്യൂമിങ് ലോട്ട് ഓഫ് ലോക്കലി ബ്രൂഡ് ആൽക്കഹോൾ. അപ്പോൾ ആ ഒരു ക്ലാസ്സിൽ അവർ എന്ത് പറഞ്ഞാൽ അവരുടെ ഹസ്ബൻഡുമാർ ഇതിങ്ങനെ ആൽക്കഹോളിന് അഡിക്റ്റാണ്, ആ ഒരു കാര്യം പറഞ്ഞു. ആൽക്കഹോളിസം ഹാഡ് ടേക്കൻ ഡീപ്പ് റൂട്ട് എമോങ് ദ വില്ലേജ് ഫോൾക്ക്. അപ്പോൾ ആൽക്കഹോളിസം അവരുടെ ആ ഗ്രാമത്തിൽ എന്ത് ചെയ്യുന്നു, അത്രയും പിടിമുറുക്കിയിരുന്നു. അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ആൽക്കഹോൾ മെനി മെൻ കെപ്റ്റ് എവേ ഫ്രം വർക്ക്. അപ്പോൾ എന്ത് ചെയ്തു, ഈ ആൽക്കഹോളിന് അഡിക്റ്റ് ആയതുകൊണ്ട് മെനി മെൻ കെപ്റ്റ് എവേ ഫ്രം ദ വർക്ക്, അവരൊക്കെ ജോലിയിൽ നിന്ന് എന്ത് ചെയ്തു, അങ്ങനെ
പോയിരുന്നു. അവർ ജോലിയിൽക്കൊന്നും താല്പര്യമില്ല. ദെയർ ഇൻകം ഡിമിനിഷ്ഡ് ആൻഡ് ഡെപ്റ്റ്സ് ഇൻക്രീസ്. അപ്പോൾ എന്ത് ചെയ്തു, അവരുടെ ഇൻകം എന്ത് ചെയ്തു, കുറഞ്ഞു. ആൻഡ് ഡെപ്റ്റ് ഇൻക്രീസ്ഡ്, അവരുടെ കടം വർദ്ധിച്ചു. ഇൻ അതർ വേർഡ്സ് ഇറ്റ് അഡ്വേഴ്സ്ലി അഫക്റ്റ് ദ റൂറൽ എക്കണോമി. അപ്പോൾ എന്ത് ചെയ്തു, ഇത് അവരുടെ റൂറൽ എക്കണോമിയെ വളരെ അഡ്വേഴ്സായിട്ട് എഫക്റ്റ് ചെയ്തു. അപ്പോൾ ഇതാണ് ഈ രണ്ട് കാരണങ്ങളാണ് എന്തായാലും ഈ ഒറിജിൻ ചെയ്യാൻ വേണ്ടി ഉണ്ടായിരുന്ന കാരണങ്ങൾ. അപ്പോൾ ഈ ലിറ്റററി ക്ലാസ്സും അതിൽ നിന്ന് അവർ ഇതിലേക്ക് ഒറിജിന് ഈ ഒരു ആൻറ്റി അറാക്ക് മൂവ്മെൻറ്റിലേക്ക് നയിച്ചതും. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് ലിങ്കേജസ്. ദ വുമൺ ഡിമാൻഡ് ഫോർ പ്രൊഹിബിഷൻ ആൻഡ് അതർ ഇംപ്ലിക്കേഷൻ. അപ്പം ദ വുമൺസ് ഡിമാൻഡ് ഫോർ പ്രൊഹിബിഷൻ ആൻഡ് അതർ ഇംപ്ലിക്കേഷൻ. നോ ഡൗട്ട് ദാറ്റ് ഡിമാൻഡ് വാസ് ജസ്റ്റ് ആൻഡ് റീസണബിൾ, ബട്ട് ഇറ്റ് വാസ് കണക്റ്റഡ് വിത്ത് സോ മെനി സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ പ്രോബ്ലംസ്. അപ്പോൾ വുമണിൻ്റെ ഡിമാൻഡ് എന്തിനാണ്, ആൽക്കഹോൾ പ്രൊഹിബിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതൊക്കെ ശരിക്കും ഒരു യഥാർത്ഥ ഒരു കാരണം തന്നെ, ഒരു ന്യായമുള്ള കാരണം. നോ ഡൗട്ട് ദാറ്റ് ഡിമാൻഡ് വാസ് ജസ്റ്റ് ആൻഡ് റീസണബിൾ, ബട്ട് ഇറ്റ് വാസ് കണക്റ്റഡ് വിത്ത് സോ മെനി സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ പ്രോബ്ലംസ്. പക്ഷേ ഇതെന്തത് ചില സാമൂഹികപരമായിട്ടും സാമ്പത്തികപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടുള്ള പല പ്രശ്നങ്ങളിലേക്കും ഇതെന്തായിരുന്നു, നയിച്ചിരുന്നു. As far as the state government was concerned, sale of Arak gave huge revenue through taxes. അപ്പോൾ ഈ ഗവൺമെൻറ് എന്ത് ചെയ്ത് അറാക്കിൻ്റെ, നമ്മൾ ആൻറ്റി അറാക്ക് മൂവ്മെൻറ്റിൽ പറഞ്ഞല്ലോ അറാക്കിൻ്റെ വിൽപ്പന നിരോധിച്ചു. പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അറാക്കിൻ്റെ വിൽപ്പനയിലൂടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കുറേ ടാക്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഇത് നിരോധിക്കുന്ന സമയത്ത് ആ ടാക്സ് ഗവൺമെൻറ്റിന് കിട്ടാതെ പോകും. ഇതൊക്കെ പൊളിറ്റിക്കലായിട്ടുള്ള ചില പ്രശ്നങ്ങൾക്കൊക്കെ ആ ഒരു സമയത്ത് കാരണമായിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ചില പ്രശ്നങ്ങൾ, ഡൊമസ്റ്റിക് വയലൻസ്, ഗാർഹികമായിട്ടുള്ള പീഡനങ്ങൾ, അതുപോലെ തന്നെ സെക്ഷൽ അബ്യൂസ്, കേസ് ഓഫ് ഡൗറി, നമ്മൾ സ്ത്രീധനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസ് എക്സെട്ര വെർ ഓപ്പൺലി ഡിസ്കസ്ഡ് ബൈ ദ അർബൺ വുമൺ ഇൻ ദെയർ സർക്കിൾസ്. അപ്പം അർബൻ ഏരിയയിൽ നഗരത്തിൽ താമസിക്കുന്ന സ്ത്രീകൾ ഇത്തരം പ്രശ്നങ്ങളുമായിട്ട് മുന്നോട്ട് വരും. ബട്ട് ദ റൂറൽ വുമൺ കമ്മിങ് വിത്ത് സച്ച് ഇഷ്യൂസ് വെയർ കമ്മിങ് സംതിങ് ന്യൂ. പക്ഷേ റൂറൽ വുമൺ വരുന്നത് കുറച്ചും കൂടെ ഒരു ന്യൂ വിഷയം, പുതിയൊരു കാര്യമായിട്ടാണ്. നൗ വിത്തൗട്ട് എനി ഡിഫറൻസ് ബിറ്റ്വീൻ ദ റൂറൽ ഓർ അർബൻ വുമൺ വി began to openly discuss the issues of injustice and gender inequalities. അങ്ങനെ റൂറൽ വുമൺസ് ഒരു പ്രശ്നവുമായിട്ട് വരുമ്പോൾ അർബൻ വുമൺ വേറൊരു പ്രശ്നവുമായിട്ട് വരും. അങ്ങനെ ശരിക്കും അവസാനം വരെ കുറേ ഡിസ്കഷനിലൊക്കെ എത്തിയിട്ട് അവർ രണ്ടും കൂടെ യോജിച്ചിട്ട് ഇങ്ങനത്തെ പ്രോബ്ലംസിനെതിരെ പോരാടാൻ വേണ്ടിയിട്ട് ഒന്നിച്ച് തീരുമാനിക്കുകയാണ്. They demanded in the 1990s that the amendment should be made regarding the reservation in the state assemblies and the parliament. അങ്ങനെ 1990കളുടെ ഒരു അമെൻമെൻറ്റിലൂടെ സ്റ്റേറ്റ് അസംബ്ലിയിലും അതുപോലെ തന്നെ പാർലമെൻറ്റിലും അവരുടെ പ്രാതിനിധ്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ശ്രമങ്ങളൊക്കെ നടത്തിയിട്ട് 73rd and 74th അമെൻമെൻറ്റിലൂടെ ഗ്രാൻഡഡ് റിസർവേഷൻ ടു വുമൺ 23-74 ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്ത്രീകൾക്ക് റിസർവേഷൻ കിട്ടാൻ പോവുകയാണ്. ഇവിടെ പാർലമെൻറ്റിലും അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലും. In the Kerala, 50% റിസർവേഷൻ ഈസ് ഗ്രാൻഡഡ് ടു വുമൺ ഇൻ ദ പഞ്ചായത്ത്. അങ്ങനെ കേരളത്തിൽ 50% റിസർവേഷൻ കൊടുത്തു. പഞ്ചായത്തിൽ 50% സ്ത്രീകൾക്ക് സംവരണം കൊടുത്തു. അതുകൊണ്ട് കേരളം എന്ത് ചെയ്തു, മോഡൽ ഫോർ ദ ഓൾ കൺട്രി, രാജ്യത്തിന് മൊത്തത്തിൽ എന്ത് ചെയ്തു, ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു കാഴ്ചവെച്ചൊരു സംസ്ഥാനമായി മാറി, കേരള സംസ്ഥാനം മാറി. ഇനി അങ്ങനെ വുമൻസ് ഗ്രൂപ്പ്സ് ഡിമാൻഡ് സെപ്പറേറ്റ് കോട്ട ഫോർ ദലിത് ആൻഡ് OBC വുമൺ വിത്തിൻ ദ വുമൻസ് കോട്ട. അങ്ങനെ വുമൻ്റെ വേറൊരു ആവശ്യം കൂടെ എന്ത് ചെയ്ത്, സെപ്പറേറ്റ് കോട്ട ഫോർ ദലിത് ആൻഡ് OBC വുമൺ, ദലിതും വിഭാഗക്കാരും അതുപോലെ തന്നെ OBC വുമൺസിനും ഈ വുമൺ കോട്ടയിൽ തന്നെ റിസർവേഷൻ വേണമെന്നുള്ള പോളിസിയൊക്കെ അവർ കൊണ്ടുവന്നു. അങ്ങനെ അതാണ് അതുമായിട്ട് ലിങ്ക് ചെയ്തിട്ട്, അത് ആൻറ്റി അറാക്കുമായിട്ട് ലിങ്ക് ചെയ്തിട്ട്, ആൻറ്റി അറാക്കും എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ നയിച്ച സമരമാണല്ലോ, അതുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള വേറെ ഒന്നാണിത്. അപ്പോൾ അതിലൂടെ പാർലമെൻറ്റിലും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലും സ്ത്രീകൾക്ക് സംവരണം കിട്ടാൻ അത് നയിച്ചു.
ഇനി അടുത്തത് പറയുന്ന പ്രധാനപ്പെട്ട ഒരു മൂവ്മെൻ്റാണ്, ദാറ്റ് ഈസ് ദ നർമ്മദ ബച്ചാവോ ആന്തോളൻ. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. നർമ്മദ ബച്ചാവോ ആന്തോളൻ പ്രധാനപ്പെട്ട ഒരു മൂവ്മെൻ്റാണ്, എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. When huge project has undertaken the displacement of population from the project area is attendant evil of all project. അപ്പോൾ ഏത് വലിയ പ്രൊജക്റ്റും നമ്മൾ തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് പോപ്പുലേഷൻ ഫ്രം ദ പ്രൊജക്റ്റ് ഏരിയ. ആ ഒരു പ്രൊജക്റ്റ് ഏരിയയിൽ നിന്ന്, അതായത് ലക്ഷക്കണക്കിന് ആളുകളെ അല്ലെങ്കിൽ 10,000-കണക്കിന് ആളുകളെ അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കേണ്ടി വരുന്നൊരവസ്ഥ ഉണ്ട്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രോബ്ലം അല്ലേ. ഇനി in our eagerness to implement the project for development and progress, we fail to see the people displaced from the project area and thus deprived of their habitat and livelihood. അപ്പം നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് അത് ആ പ്രൊജക്റ്റ് ആരംഭിക്കണമെന്ന് അതിയായ ഒരു ആഗ്രഹം ഉണ്ടാകും. പക്ഷെ അതേ സമയത്ത് തന്നെ അവിടെ നിന്ന് എത്ര ആളുകളും കുടിയൊഴിപ്പിക്കുന്ന ആളുകൾക്ക് പുതിയ എന്ത് വേണം, സ്ഥലം വേണം. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ അവരുടെ ജീവിത മാർഗങ്ങളൊക്കെയാണ് അവിടെ എന്ത് ചെയ്യുന്നത്, നശിച്ചു പോകുന്നത്. അവരവിടെ ജീവിത മാർഗങ്ങൾ ഓരോ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവർക്ക് അപ്പോൾ അതൊക്കെ നശിപ്പിക്കപ്പെടുകയാണ്. അങ്ങനെ ദിസ് ambitious project entitled displacement of lack of people who lost everything they could call their own. അപ്പം നമ്മൾ നമ്മുടേതാണെന്ന് വിശ്വസിക്കുന്ന, നമ്മുടേതായി കൊണ്ടു നടന്ന എല്ലാ സാധനങ്ങളും ശരിക്കും നമ്മുടെ ഒരു വലിയ പ്രൊജക്റ്റ് വരുന്ന സമയത്ത് നമ്മൾ അവിടുന്ന് ഡിസ്പ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുകയാണ് അല്ലേ. നർമ്മദ ബച്ചാവോ ആന്തോളൻ വാസ് ആൻ എൻവിയോൺമെൻറ്റൽ മൂവ്മെൻറ്റ് ഓർഗനൈസ്ഡ് ടു ഫൈറ്റ് സച്ച് എക്കോളജിക്കൽ ഡിപ്ലീഷൻ. അങ്ങനെ ഈ നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്നുള്ള സമരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു എൻവിയോൺമെൻറ്റൽ മൂവ്മെൻറ്റാണ്, അതായത് പരിസ്ഥിതി സമരമാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട്, അപ്പോൾ എന്ത് പ്രൊജക്റ്റിന് വേണ്ടിയിട്ടാണ്, എന്തിന് തടയാൻ വേണ്ടിയിട്ടാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ ഉണ്ടാക്കിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് സർദാർ സരോവർ പ്രൊജക്റ്റ്. സർദാർ സരോവർ പ്രൊജക്റ്റിനെ എതിർക്കാൻ വേണ്ടിയിട്ട്. In the early 1980s, an ambitious project was prepared to build 30 big dams, 135 medium-sized dam and around 3,000 small dams on the river of Narmada and its tributaries. അങ്ങനെ 1980കളുടെ തുടക്കത്തിൽ എന്ത് ചെയ്തു, 30 ബിഗ് ഡാംസ്, 135 മീഡിയം സൈസ്ഡ് ഡാം, അതുപോലെ തന്നെ 3,000 സ്മോൾ ഡാംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാൻ ചെയ്യുകയാണ്. എവിടെയൊക്കെയാണ്, നർമ്മദാ നദിയിലും അതുപോലെ അതിൻ്റെ ട്രൈബ്യൂട്ടറി, അതിൻ്റെ പോഷക നദികളിലൊക്കെ എന്താണ് ഇത്തരത്തിലുള്ള ഡാമുകൾ കൺസ്ട്രക്റ്റ് ചെയ്യാൻ അവർ തീരുമാനിക്കുകയാണ്. നർമ്മദ ഫ്ലോസ് ത്രൂ മധ്യപ്രദേശ്, ഗുജറാത്ത് ആൻഡ് മഹാരാഷ്ട്ര. നർമ്മദാ നദി ഒഴുകുന്നത് 3 സംസ്ഥാനങ്ങളിലൂടെയാണ്, ഗുജറാത്തും അതുപോലെ തന്നെ മധ്യപ്രദേശ്, മഹാരാഷ്ട്രയും 3 സംസ്ഥാനങ്ങളിലൂടെയാണ് നർമ്മദാ നദി ഒഴുകുന്നത്. സർദാർ സരോവർ പ്രൊജക്റ്റ് ഇൻ ദ ഗുജറാത്ത് ആൻഡ് നർമ്മദ സാഗർ പ്രൊജക്റ്റ് ഇൻ മധ്യപ്രദേശ് were most important and the biggest multi-purpose project planned. അപ്പം അന്ന് തീരുമാനിച്ച മോസ്റ്റ് മൾട്ടിപർപ്പസ് ആയിട്ടുള്ള പ്രൊജക്റ്റുകളായിരുന്നു സർദാർ സരോവർ പ്രൊജക്റ്റ്, എവിടെ, ഗുജറാത്തിൽ. അതുപോലെ തന്നെ നർമ്മദാ സാഗർ പ്രൊജക്റ്റ് എവിടെയുണ്ട്, മധ്യപ്രദേശിൽ. അന്ന് തീരുമാനിച്ച പ്രൊജക്റ്റുകളായിരുന്നു. ദ സരോവർ പ്രൊജക്റ്റ് വുഡ് പ്രൊവൈഡ് വാട്ടർ ഫോർ ഡ്രിങ്കിങ്. അപ്പം സർദാർ സരോവർ പ്രൊജക്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ്, വാട്ടർ ഫോർ ഡ്രിങ്കിങ്ങിന്, അതായത് കുടിവെള്ളത്തിന് ഈ വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇറിഗേഷൻ, കാർഷിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇലക്ട്രിസിറ്റി ജനറേഷൻ, വൈദ്യുതി ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്നുണ്ട്. ഇൻ ദീസ് സ്റ്റേറ്റ്, അപ്പോൾ ഈ സംസ്ഥാനങ്ങളിൽ ഇറിഗേഷനും ഡ്രിങ്കിങ്ങിനും ഇലക്ട്രിസിറ്റിക്കൊക്കെ എന്ത് ചെയ്യുക, ഈ വെള്ളം ഉപയോഗിക്കാം. അങ്ങനെ ഒരു ഡാം കൺസ്ട്രക്റ്റ് ചെയ്യണേ. ദിസ് വുഡ് ഡെഫിനറ്റ്ലി ഇൻക്രീസ് ദ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതെന്ത് ചെയ്യും, രാജ്യത്തെ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷനെ അല്ലെങ്കിൽ സംസ്ഥാനത്തെ അഗ്രികൾച്ചർ പ്രൊഡക്ഷനെ നല്ല ഇൻക്രീസ് ചെയ്യിക്കാനൊക്കെ കാരണമാകും. കാരണം അവർക്കൊക്കെ ബെനിഫിറ്റാണ്, ഈ സംസ്ഥാനങ്ങളൊക്കെ ഈ പ്രൊജക്റ്റ് നല്ലതാണ്. ദോ ദ കൺസ്ട്രക്ഷൻ ഓഫ് ഡാം എഫക്റ്റീവ് ഫ്ലഡ് കൺട്രോൾ ആൻഡ് ഡ്രോട്ട് കൺട്രോൾ വെയർ എൻവിസേജ്ഡ്. അപ്പോൾ 2 നേട്ടങ്ങൾ വേറെയും പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡാം കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് കൂടെ ഫ്ലഡ് കൺട്രോൾ, അതായത് വെള്ളപ്പൊക്ക നിയന്ത്രണവും അതുപോലെ തന്നെ ഡ്രോട്ട്, വരൾച്ച കൺട്രോൾ ചെയ്യാനൊക്കെ സാധിക്കും.
But when the construction takes place, not less than 245 villages from the 3 states would be submerged. പക്ഷേ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ when the construction takes place, not less than 245 villages. അപ്പോൾ ഈ ഡാം കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 245 വില്ലേജസ് ഫ്രം ദ 3 സ്റ്റേറ്റ് വുഡ് ബി സബ്മേർജ്ഡ്. അതായത് 3 സംസ്ഥാനങ്ങളിലുള്ള 245 വില്ലേജസ് എന്ത് ചെയ്യും? വെള്ളത്തിൻ്റെ അടിയിലാവും. 2.5 lakh people would be displaced and had to be rehabilitated. അത് 2.5 ലക്ഷം ആളുകൾ എന്ത് ചെയ്തും അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെടും. അവർക്ക് പുനരധിവാസം സാധ്യമാക്കണം. ലോക്കൽ ആക്ടിവിസ്റ്റ് റൈസ്ഡ് ദ പ്രോബ്ലം ഓഫ് റീലൊക്കേഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ഓഫ് ദ അഫക്റ്റഡ് പീപ്പിൾ. അങ്ങനെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഇവർക്ക് പുനരധിവാസത്തിൻ്റെ പ്രോബ്ലങ്ങളൊക്കെ ഉയർത്തി കാണിക്കാൻ ശ്രമം തുടങ്ങി. ബട്ട് 1918 ദ പീപ്പിൾ ഗാദേർഡ് അണ്ടർ ദ ബാനർ ഓഫ് നർമ്മദ ബച്ചാവോ ആന്തോളൻ. അങ്ങനെ 1980കളുടെ തുടക്കത്തിൽ ജനങ്ങളൊക്കെ ഒന്നിച്ച് അവർ നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന പേരിൽ ഒരു വലിയ മാസീവായിട്ടുള്ളൊരു മൂവ്മെൻറ്റ്, ഒരു സമരവുമായിട്ട് മുന്നോട്ട് നീങ്ങാൻ തുടങ്ങി. അപ്പോൾ അതാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ. അപ്പോൾ നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്തിനാണ്? അതായത് സർദാർ സരോവർ പ്രൊജക്റ്റിനെതിരെയാണ് അവരത് സമരം തുടങ്ങിയത്. സർദാർ സരോവർ പ്രൊജക്റ്റും അതുപോലെ തന്നെ നർമ്മദ സാഗർ പ്രൊജക്റ്റും. സർദാർ സരോവർ പ്രൊജക്റ്റ് എവിടെയാണ്? ഗുജറാത്തിലെ. നർമ്മദ സാഗർ പ്രൊജക്റ്റ് മധ്യപ്രദേശിൽ. ഇത് രണ്ടിനെതിരെയാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ സമരം തുടങ്ങിയത്. ഇനി ഡിബേറ്റ്സ് ആൻഡ് സ്ട്രഗിൾസ്. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റിന് എതിരായിട്ട് പല ഡിബേറ്റ്സുകളും സമരങ്ങളൊക്കെ നടന്നു. ഹൗ എഫിഷ്യൻറ്റ് ഈസ് ദ മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് ഫോളോ ഇൻ ദ കൺട്രി. അപ്പോൾ ഇങ്ങനെ കുറേ ചർച്ചകളൊക്കെ ഇതിനെ പറ്റിയിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഇതിങ്ങനൊരു സംരംഭം ഉണ്ടായതുകൊണ്ട് ഇത് എത്രത്തോളം രാജ്യത്തിന് പുരോഗതി ഉണ്ടാക്കും. അതുപോലെ തന്നെ ദ നർമ്മദ ബച്ചാവോ ആന്തോളൻ ഡിമാൻഡ് ദാറ്റ് ദ എഫക്റ്റഡ് പീപ്പിൾ ഷുഡ് ബി പ്രോപ്പർലി റീഹാബിലിറ്റേറ്റഡ്. അതായത് ഈ എഫക്റ്റ് ചെയ്യുന്ന പീപ്പിളിനെ എന്ത് തീർച്ചയായിട്ടും റീഹാബിലിറ്റേറ്റ് ചെയ്യണം, അവരെ പുനരധിവസിപ്പിക്കണം. They wanted the local people to take into confidence when the decisions are made about such a mega project. അതായത് ഇങ്ങനത്തെ മെഗാ പ്രൊജക്റ്റുകളൊക്കെ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യണം? ലോക്കൽ പീപ്പിൾസിൻ്റെ ആവശ്യങ്ങൾ, അതായത് സാധാരണക്കാരായ ജനങ്ങളുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആശങ്കകളൊക്കെ പരിഗണിച്ചിട്ടും അത് പരിഹരിച്ചിട്ടും വേണം മുന്നോട്ട് പോകേണ്ടത്. ഓക്കെ. പിന്നെ അതേപോലെ ദേ പോയിൻറ്റഡ് ഔട്ട് ദാറ്റ് മേക്കിംഗ് വൺ സെക്ഷൻ ഓഫ് പീപ്പിൾ സാക്രിഫൈസ് എവറിത്തിങ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് അതേഴ്സ് ഗോസ് അഗെയിൻസ്റ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് അവർ ഡെമോക്രാറ്റിക് കൾച്ചർ. അപ്പോൾ അവർ കണ്ട വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സമൂഹത്തിലെ ഒരു വിഭാഗം ആളുകളെല്ലാം സഹിക്കുന്ന ഒരു വിഭാഗമായിട്ട് നിൽക്കുക അല്ലേ, അതിൻ്റെ ബെനിഫിറ്റ് എന്തായിരിക്കുക വേറൊരു വിഭാഗത്തിനാണ് കിട്ടുക. അതാണല്ലോ ഇപ്പോൾ സംഭവിക്കുന്നത്. ഇത് എന്താണ്? എഗെയിൻസ്റ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് അവർ ഡെമോക്രാറ്റിക് കൾച്ചർ. ഇത് നമ്മുടെ ഭരണഘടനയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിനൊക്കെ എതിരായിട്ടുള്ളൊരു നേച്ചറാണ്. അതുപോലെ തന്നെ ദ നർമ്മദ ബച്ചാവോ ആന്തോളൻ ഈവൻ ഷിഫ്റ്റഡ് ഫ്രം ഇറ്റ്സ് ഇനീഷ്യൽ ഡിമാൻഡ് ഫോർ റീഹാബിലിറ്റേഷൻ ടു ഇറ്റ്സ് പൊസിഷൻ ഓഫ് ടോട്ടൽ ഒപ്പോസിഷൻ ടു ദ പ്രൊജക്റ്റ്. അപ്പോൾ തുടക്കത്തിൽ നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്തിനായിരുന്നു എതിരായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു ഇപ്പോൾ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ റീഹാബിലിറ്റ് ചെയ്യണം, ഇവരെ പുനരധിവസിപ്പിക്കണം. ഈ ഒരു ഡാം കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ അവിടെയുള്ള ആളുകളെ വേറെ സ്ഥലത്തേക്ക് പുനരധിവസിപ്പിക്കണം. പിന്നെ അവരുടെ പ്ലാനുകളൊക്കെ മാറ്റാൻ തുടങ്ങി. അവർ ടോട്ടലായിട്ട് ഈ ഒരു പ്രൊജക്റ്റിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു ഇതുണ്ടായിരുന്നു. അതാണ് പിന്നീട് കണ്ടത്. അപ്പം ഇത്രയാണ് ഇതുകൾ. ബാക്കി ഇതിൻ്റെ കുറച്ച് ഭാഗം കൂടെ ബാക്കിയുള്ളൂ. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അപ്പോൾ സർദാർ സരോവർ പ്രൊജക്റ്റും കൂടെ പറഞ്ഞിട്ട് നമ്മൾ ക്ലോസ്